ഹായ് നമസ്കാരം. വെനീസ് ടൂർണമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു. അതായത് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കൊല്ലത്ത് കടയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ക്രൈസ്തവ ദേവാലയം, അതായത് 10-18 വർഷമായിട്ട് ആ ക്രൈസ്തവ ദേവാലയം അവിടെ ഉണ്ട്. പക്ഷെ അത് പുതുക്കി പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ മതവിശ്വാസികൾ അവിടെ വന്ന് പെയിന്റ് അടിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു കുറച്ച് സംഘി കീടങ്ങൾ അല്ലെങ്കിൽ ഈ സ്വയം സേവാ സംഘം, രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ സ്വയം സേവാ സംഘം എന്ന് പറയുന്നത്. അവരിപ്പം ഈ ആർമി തലത്തിലൊക്കെ വലിയ വലിയ സ്വാധീനങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിരുന്നു. ചെറുപ്പക്കാരെയൊക്കെ ഈ ആർമിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു 5 വർഷം അവർക്ക് എല്ലാവിധ പരിശീലനങ്ങളും നൽകിയിട്ട് ഇവരെ പുറത്തുവിടുന്നു. ആ ഒരു വീഡിയോ ഞാൻ റിയാക്ഷനായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ കൊല്ലത്ത് ഈ കടയ്ക്കലിൽ ഈ ഒരു സംഭവം വരുന്ന സമയത്ത് ഈ പറഞ്ഞ സംഘി കീടങ്ങൾ, അതായത് വല്ല കൊട്ടുപടിയും മറ്റേയൊക്കെ അടിച്ച് ലെവലും തെറ്റി കോണവും തെറ്റിയ കുറേ സാധനങ്ങളാണല്ലോ ഇതിനകത്തുള്ളത്. ഇതിൽ എഴുന്നേറ്റ് വള്ളി നിക്കർ വിട്ടുകൊണ്ട് കുറുവടി കറക്കിയിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. കാരണം ഏതെങ്കിലും സമുദായത്തിന്, ന്യൂനപക്ഷ സമുദായത്തിന്റെ നെഞ്ചത്തേക്ക് കയറുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരവിടുന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിടുന്നത്. അല്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ട സ്ത്രീകളെയൊക്കെ വശീകരിക്കുക, എന്നിട്ട് അവർക്ക് ഗർഭം ഉണ്ടാക്കുക, എന്നിട്ട് അവരെ ഉപേക്ഷിക്കുക. ഇത് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പം ഇത്തരത്തിലുള്ള ചില കീടങ്ങൾ വന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം ഈ താമരശ്ശേരി മുസ്ലിം പള്ളിയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഒരു പരമനാറി കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ നമസ്കാരം നടക്കുന്ന സമയമാണ്. ജയ് ശ്രീറാം വിളിക്കുന്നു. കാരണം ഞാൻ വലിയ വീരനാണ്, ഞാൻ രാജ്യത്തിന്റെ സ്വയം സേവകനാണ്. അത് അഹങ്കരിച്ചുകൊണ്ട് ഈ മുസ്ലിം പള്ളിയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ജയ് ശ്രീറാം മുഴക്കുകയും പിന്നീട് മുസ്ലിം സമുദായത്തെ വളരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള 2 വീഡിയോകൾ ഇവന്റെ ഫേസ്ബുക്കിലൂടെയും ഇവന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ ഇവൻ പോസ്റ്റ് ചെയ്തു. അപ്പോൾ എത്രത്തോളം ധൈര്യമുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം കേരളത്തിൽ ഈ സാധനങ്ങൾക്ക് ഇതുവരെ ഒരു സ്ഥാനം നൽകിയിട്ടില്ല. പക്ഷേ ഈ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് അവിടുത്തെ ജനങ്ങൾ പിച്ചയായിട്ട്, അതാണ് പിച്ച ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 1-2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം സഹിയിട്ടിട്ടാണെങ്കിലും നമ്മൾ എന്തൊരു സാധനമാണെങ്കിലും കൊടുക്കും. ഇപ്പോൾ കുട്ടികൾ കിടന്ന് കരയും, ഒരു കളിപ്പാട്ടം കണ്ടിട്ട് എനിക്കത് തരണം, എനിക്കത് വേണം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ മനസ്സലിയും. അത്തരത്തിൽ മനസ്സലിഞ്ഞതാണ് നമ്മുടെ തൃശ്ശൂർ ജനങ്ങൾ. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ കാണുമ്പോൾ ആ ജനങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്ന്. കാരണം നമ്മൾ പല കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ ചിന്തിക്കാറുള്ളത് ഞാൻ ചെയ്ത് തെറ്റായി പോയി എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിച്ചിരിക്കുന്ന ഈ പരമനാറിനെ ഇപ്പോൾ പോലീസ് പൊക്കിയിട്ടുണ്ട്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ടാവും? ഇനിയിപ്പോൾ ഇവൻ വല്ല മാനസിക രോഗിയോ മന്ദബുദ്ധിയായിട്ടൊക്കെ ഇനിയിപ്പം ചിത്രീകരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ വല്ല സംശയം ഉണ്ടോ? ഒരു സംശയവും വേണ്ട, അതൊക്കെ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം അത്തരത്തിലുള്ള പ്രവർത്തികളാണ് നമ്മൾ ഈ അടുത്ത കാലം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം വേറൊരു വീഡിയോ കൂടെ ഞാനൊന്ന് കാണിക്കാം. കാരണം നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കലിപ്പ് തീർത്തത് നമ്മുടെ കോഴിക്കോടുള്ള മീഡിയ വണ്ണിൻ്റെ നെഞ്ചത്തായിരുന്നു. ആ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. ഇതാണ് പള്ളി കയറി ജയ് ശ്രീറാം വിളിക്കുന്ന പറഞ്ഞാൽ വിളിക്കും. ജയ് ശ്രീറാം. താമരശ്ശേരിയിൽ മുസ്ലിം പള്ളിക്കുള്ളിൽ കയറി വീഡിയോ ചിത്രീകരിക്കുകയും വിദ്വേഷ പ്രചരണം നടത്തുകയും ചെയ്ത യുവാവിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി കാരാടി ആലിക്കുന്നുമ്മൽ അഭിജയാണ് പിടിയിലായത്. താമരശ്ശേരിയിൽ മുസ്ലിം പള്ളിക്കുള്ളിൽ കയറി വീഡിയോ ചിത്രീകരിക്കുകയും വിദ്വേഷ പ്രചരണം നടത്തുകയും ചെയ്ത യുവാവിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി കാരാടി ആലിക്കുന്നുമ്മൽ അഭിജയ് ആണ് പിടിയിലായത്. താമരശ്ശേരി കാരാടി ജുമാ മസ്ജിദിൽ നമസ്കാരം നടക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് കയറി ജയ് ശ്രീറാം വിളിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അതായത് തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? കാരണം അത് സുരേഷ് ഗോപി ജയിച്ചപ്പോഴത്തേക്ക് മീഡിയ വൺ ഓഫീസിലേക്കാണ് ഇത്തരത്തിലുള്ളൊരു തെമ്മാടിത്തരമായിട്ട് ചില ഊളകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ചില വേട്ട നായ്ക്കൾ വന്നിട്ട് ചില അഭ്യാസങ്ങൾ കാണിച്ചത്. അതും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം.
ഞങ്ങൾ നിങ്ങളതാക്കൊന്നല്ല. അപ്പോൾ അധികാരം ഇല്ലാഞ്ഞിട്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തങ്ങൾ പല പ്രാവശ്യവും കേരളത്തിൻ്റെ മണ്ണിൽ ഈ വർഗീയതയുടെ വിത്ത് പാകാൻ വേണ്ടി ഈ കൂട്ടർ കിണഞ്ഞ് ശ്രമിച്ചപ്പോഴും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം തന്നെയാണ് അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ചത്. എന്നാൽ ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കാൻ ഇവർ കേരളത്തിൽ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്താൻ വേണ്ടിയും വർഗീയ കലാപങ്ങൾക്കുള്ള ആഹ്വാനം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഈ കൂട്ടർ കാണിച്ചത്. മീഡിയ വണ്ണിൻ്റെ ചാനലിന് നേരെ എന്തിനാണ് ഇവനൊക്കെ വരുന്നത്? കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നവൻ്റെ വായടപ്പിക്കുക എന്നുള്ളതാണല്ലോ ഈ പരമചെറ്റകളുടെ ഈ കാലം അത്രയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ആ ഒരു വിരട്ടലോ അല്ലെങ്കിൽ ഇവിടെ അത്തരത്തിലുള്ള ആവനാഴിയായിട്ട് നീ ഒന്ന് ഈ കളത്തിലേക്ക് ഇറങ്ങിയാൽ നീ ഒന്ന് പച്ച തൊടത്തില്ല, നീ ഒന്ന് നിലത്ത് നിൽക്കേണ്ടി വരില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അതാണ് കേരളത്തിലെ ജനങ്ങൾ. സത്യത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകർ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഈ തൃശ്ശൂർ കൊടുത്തത് വേണ്ടിയിരുന്നില്ല എന്ന് പോലും ഒരു പക്ഷേ അവിടുത്തെ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിന്തിക്കുന്നത് തെറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാൻ വളരെ വിശദമായിട്ട് ഒരു വീഡിയോമായിട്ട് വരുന്നുണ്ട്. ഈ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം അവിടെ വലിയ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയ വലിയ ഈ മാധ്യമ തമ്പ്രാക്കന്മാരൊന്നും കാണിക്കത്തില്ല. 1-2 മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണല്ലോ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചപ്പോഴത്തേക്ക് കോഴിക്കോട് മീഡിയ വണ്ണിന്റെ നെഞ്ചത്തേക്ക് കയറാനായിട്ട് ഈ പരമനാറികൾ വന്നതെന്നുള്ളത് എന്തായാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പറയേണ്ടത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതിനകത്തൊന്നും പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നവുമില്ല, ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എനിക്കെതിരെയും ഇത്തരത്തിലുള്ള പല കേസുകളും ഇപ്പം വന്നിട്ടുണ്ട്. അതെല്ലാം നേരിട്ട് ഫേസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അത്തരത്തിൽ ഭയം ഓടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൽ എന്താണ് അർത്ഥം? എന്തായാലും പറയാനുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പറയും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് എൻ്റെ പിന്നിലുള്ളിടത്തോളം കാലം ഞാനത് പറയുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ തരത്തിലുള്ള മാറ്റമില്ല. എന്താണെങ്കിലും ഈ 2 വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എൻ്റർടൈൻമെൻറ്റ്.